ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ എൻ്റെ ആദ്യത്തെ വോട്ട്. വളരെ ഭക്തി ആദരപൂർവ്വം ചാർത്തി. ഞാൻ പാർലമെന്റിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെന്റിൽ മുഴങ്ങിക്കേറ്റത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ എന്നാണ്. പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലേ. കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി. അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും. അങ്ങനെ ആകും. അതെ അതെ. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ വലിയ മുന്നേറ്റം അത് ഇത്തവണ നടക്കുമോ? ഏതാ ഈ മുന്നേറ്റം? എങ്ങനെയാ മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാ കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക്, അത്രയേ ഉള്ളൂ. അതൊന്നുമില്ല. ജനങ്ങൾക്ക് വ്യക്തികളിൽ കാലത്തിന് അനുസൃതമായ